ഈ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ചില കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തോതിൽ കൂടുതലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. 14 നിയമസഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും വലിയ തോതിൽ സംഭവിക്കാനായിട്ട്, അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടങ്ങൾ കടുത്ത രീതിയിൽ നടക്കാനായിട്ട്, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനിടയായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ, അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും ത്രികോണ പോരാട്ടമായിരിക്കും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സീറ്റ് അട്ടിമറികൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, അതോടൊപ്പം തന്നെ പുതുതായിട്ട് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങൾ, വർക്കല, കാട്ടാക്കട, ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ ചിറയിൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2021 ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, LDFിൻ്റെ ഒരു തരംഗം, ഒരു തേരോട്ടമായിരുന്നു പലയിടങ്ങളിലും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. UDFിന് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. എല്ലാ സീറ്റുകളിലും നോക്കുമ്പോഴത്തേക്കും LDFിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഒരു തേരോട്ടം കാണുന്നുണ്ടായിരുന്നു. കോവളത്ത് മാത്രമാണ് UDFിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം ആയാലും BJPക്കും 2021 ഒരു സീറ്റും നേടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്, നേമത്ത്. അപ്പോൾ ഇത് 2026 വരുമ്പോഴത്തേക്കും ഈ നേട്ടം തുടരാനായിട്ട് LDFിന് സാധിക്കുമോ, അതല്ല ഒരു അട്ടിമറി അവിടെ BJPക്കോ UDFിനോ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എന്ന് പറയുന്നത് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത്. കാരണം തിരുവനന്തപുരത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ BJP കോർപ്പറേഷൻ പിടിച്ചടക്കിയതിൽ പിന്നാലെ BJPക്ക് വളരെ വലിയ തോതിലുള്ള ഒരു സ്വാധീനം കൂടിയ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരം വീണ്ടും എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാൽ പോലും പലയിടങ്ങളിലും BJP 1ാം സ്ഥാനത്തെത്തിയ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ 2026 വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓരോ സ്ഥലങ്ങളായി തന്നെ നോക്കാം. അതിലാദ്യം നമുക്ക് നെടുമങ്ങാട് നോക്കാം. നെടുമങ്ങാട് നിലവിൽ LDF ആണ്. LDF സീറ്റ് തീർച്ചയായിട്ടും 2026 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. BJPക്കായാലും വോട്ട് ശതമാനം വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് നെടുമങ്ങാട്. അവിടെ ഒരു UDF LDF BJP പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ LDFിനൊരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി വാമനപുരത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, വാമനപുരത്ത് നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവിടെ LDFിന് വോട്ട് കുറയുമെന്നുള്ളതും കാണപ്പെടുന്നു. ഇനി കഴക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ, കഴക്കൂട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം. LDF UDF BJP സംബന്ധിച്ചിടത്തോളം അവിടെ LDF BJP ഫൈറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നടക്കാനായി പോകുന്നത്. ഒരു 50-50 ചാൻസ്, അല്ലെങ്കിൽ ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കഴക്കൂട്ടം. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ, തിരുവനന്തപുരത്തും ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. അവിടെ തീർച്ചയായിട്ടും എന്ത് തരം അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലവിലുണ്ട്. അവിടെയും ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് തരം അട്ടിമറികളും സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു. ഇനി നേരെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും, വട്ടിയൂർക്കാവിൽ നിലവിൽ LDF ആണ്. പക്ഷേ ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ BJPക്ക് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തമായി പറയാൻ പറ്റും.
പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു UDF LDF BJP പോരാട്ടമായി മാറുന്ന ഒരു സ്ഥലമാകും വട്ടിയൂർക്കാവ്. വിജയിക്കുന്നതാരായാലും ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി നേരെ ആറ്റിങ്ങലിലേക്ക് പോകുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ നിലവിൽ LDF ആണ്. അവിടെയും ഒരു ത്രികോണ പോരാട്ടമായിരിക്കും. BJPക്ക് വോട്ട് കൂടും, അതോടൊപ്പം തന്നെ LDFന് വോട്ട് കുറയും. UDFന് നേരിയ തോതിലുള്ള വോട്ട് മുന്നേറ്റം ഉണ്ടാകും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ LDFന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു. ഇനി ചിറയൻകീഴ് വരുമ്പോഴത്തേക്കും ചിറയൻകീഴ് നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നേമം നിലവിൽ LDFിൻ്റെ കൈവശമാണ്. പക്ഷേ അവിടെ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിജയ സാധ്യത അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ തീർച്ചയായിട്ടും LDF 2ാം സ്ഥാനത്തും UDF 3ാം സ്ഥാനത്തും പോകാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി നേരെ അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അരുവിക്കരയിൽ നിലവിൽ LDF ആണ്. അവിടെ BJP വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു 50-50 ചാൻസാണ് LDFനും UDFനും നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നേരെ വർക്കലയിലേക്ക് വരുമ്പോഴത്തേക്കും വർക്കലയിൽ ഇത്തവണ ഒരു കടുത്ത ത്രികോണ പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവിടെ BDJS സ്ഥാനാർത്ഥി മാറി BJP സ്ഥാനാർത്ഥി വന്നതോടുകൂടി തന്നെ അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടവും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് വർക്കലയും മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. കാരണം BJPക്കും UDFനും LDFനും ഒരുപോലെ വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം അവിടെ BJP സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ വലിയ തോതിൽ ഒരു വളർച്ച ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും 40,000-ലധികം വോട്ട് നേടി LDFന് തൊട്ടു പിന്നിൽ വന്ന 2ാം സ്ഥാനം നേടിയ ഒരു പാർട്ടിയാണ് BJP വർക്കലയിൽ. അപ്പോൾ അവിടെ ഇത്തവണ BJP സ്ഥാനാർത്ഥി തന്നെ വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് അവിടെ ആര് വിജയിച്ചാലും വളരെ ചുരുങ്ങിയ വോട്ട് ഡിഫറൻസിനായിരിക്കും ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ വിജയിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പ്രവചനാതീതമായിരിക്കും. ഒരു 50-50 ചാൻസ് ആണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നു. ഇനി നേരെ പാറശാലയിലേക്ക് വരുമ്പോഴത്തേക്കും പാറശാലയിൽ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോഴത്തേക്കും കാട്ടാക്കടയിൽ നിലവിൽ LDF ആണ്. അവിടെ BJP സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത്. 35,000-ൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലം. തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടമായിരിക്കും. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ LDFനാണ് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി കോവളത്തിലേക്ക് വരുമ്പോഴത്തേക്കും കോവളത്ത് നിലവിൽ UDF ആണ്. ആ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി നേരെ ഈ നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴത്തേക്കും നെയ്യാറ്റിൻകരയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. UDF LDF തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അവിടെയും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. UDFന് നേരിയ തോതിലുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവിടെ LDF വീണ്ടും ഒരു നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? LDF സീറ്റുകളുടെ കാര്യത്തിൽ ഇനിയും വർദ്ധിപ്പിക്കുമോ അതല്ല കുറയുമോ? UDF സീറ്റ് കൂടുമോ? BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ LDFന് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 സീറ്റുകൾ എന്നുള്ള രീതിയിലോട്ട് LDF മാറാൻ 6-7 സീറ്റുകൾ എന്നുള്ള രീതിയിലോട്ട് LDF കുറയാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം BJPക്ക് 3 സീറ്റുകളിൽ വളരെ കൂടുതലായിട്ട് വിജയ സാധ്യത നിലനിൽക്കുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ പല സീറ്റുകളിലും ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറും. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേട്ടമുണ്ടാകും. അതായത് നിലവിൽ അവരുടെ കൈവശമുള്ള സീറ്റ് അല്ലാതെ തന്നെയും അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3-4 സീറ്റുകൾ നേടാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും BJPക്കും UDFനും സീറ്റുകൾ കൂടുകയും LDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രവചനാതീതമായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ LDFന് സീറ്റ് കുറയാനും UDFനും BJPക്കും സീറ്റ് കൂടാനുമാണ് സാധ്യത കൂടുതൽ. അതായത് വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFന് വോട്ട് കുറയാനും, അതായത് മത്സരിക്കുന്ന പലയിടങ്ങളിലും വോട്ട് കുറയാനും അതോടൊപ്പം തന്നെ BJPക്കും UDFനും വോട്ട് കൂടാനുമായിട്ടുള്ള സാധ്യതയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ഒരു യഥാർത്ഥ റിസൾട്ട് എന്താണ് എന്നുള്ളത്, ജനവിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് LDFന് വീണ്ടും അനുകൂലമാകുമോ അതല്ല അവിടെ ഒരു BJP UDF ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഈ പറയുന്ന തോതിൽ LDFന് അട്ടിപതറുന്ന തരത്തിലോട്ട് ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.